ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. അപ്പോൾ മക്കളെ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ? കുറച്ച് കാര്യങ്ങൾ മനഃപ്പാടമാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റിയാണ്. ഞാൻ ഡിഫറൻഷ്യബിലിറ്റി ഈ ചാപ്റ്ററിനകത്തെ ആകപ്പാടെ കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടത്. ഓക്കെ, ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെഷനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷനാണ് കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് 9 മാർക്കിനാണ് 2025 ചോദിക്കാൻ പോകുന്നത്. 3 മാർക്കിന് ഒരു ക്വസ്റ്റിനും പിന്നെ 6 മാർക്കിന് ഒരു ക്വസ്റ്റിനും. അപ്പോൾ എന്തായാലും എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ പോകുന്ന ഇതിൻ്റെ അകത്തുനിന്നാണ്. അത് ഡെറിവേറ്റീവ്സ് ആയിരിക്കും. മിക്കവാറും കണ്ടിന്യൂറ്റി 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പിന്നെ മക്കളെ, താഴത്തെ ടാർഗറ്റ് 50K സബ് എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ എക്സാമിന് മുമ്പ് നമുക്കൊരു 50K അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് തകർത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകും നിങ്ങളുടെ മാക്സിമം സബ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് കണ്ടിന്യൂറ്റിക്കകത്ത് പഠിക്കേണ്ട ആകപ്പാടെ കാര്യം ഈ 2 സംഭവങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിളായിട്ട് ഏതൊരു കുട്ടിയും ആദ്യമായിട്ട് ചിലപ്പോൾ കാണുകയായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കാനിരിക്കുമായിരിക്കും കണ്ടിന്യൂറ്റി. അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരുവാണ് മക്കളെ. നിങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ പഠിച്ചു വയ്ക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് ലിമിറ്റ് വാല്യൂ, ഇത് ഫംഗ്ഷൻ വാല്യൂ. ഇത് ലിമിറ്റ് വാല്യൂ, ഇത് ഫംഗ്ഷൻ വാല്യൂ. കാണുമ്പോൾ അറിയാമല്ലോ, LIM എന്ന് പറയുമ്പോൾ ലിമിറ്റാണ്. സോ ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും ആ പോയിന്റിലെ ഫംഗ്ഷൻ. ഇവിടെയും ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഇത് ഈ A - A+ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വന്നിരിക്കുന്നു? ഇതിനാണ് LHL എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതാണ് മൈനസ്. ഇതാണ് RHL, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതാണ് പ്ലസ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് ഇതെപ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നൊരു സംശയം വരുന്നത്. A എന്ന് പറയുന്ന പോയിന്റ് ജനറലായിട്ട് എടുക്കുന്നു. എടാ മക്കളെ, Aയുടെ ലെഫ്റ്റ് സൈഡിൽ x², റൈറ്റ് സൈഡിൽ x², ആ പോയിന്റിൽ x², എല്ലായിടത്തും ഒരേ ആൾ തന്നെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ഉപയോഗിക്കും. ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ജസ്റ്റ് കേട്ടോ. അപ്പോൾ എന്താണ്, ലെഫ്റ്റിലും റൈറ്റിലും ആ പോയിന്റിൽ വേണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കും. ഇനി ലെഫ്റ്റിൽ ഒരാൾ റൈറ്റിൽ ഒരാൾ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കണമെങ്കിൽ, ലെഫ്റ്റിൽ x², റൈറ്റിൽ ഇപ്പോൾ x - 1. അപ്പോൾ 2 ഫംഗ്ഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലെഫ്റ്റും റൈറ്റും 2 ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ലെഫ്റ്റിലും റൈറ്റിലും ആൾക്കാർ സെയിം ആണെങ്കിലാണ് ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലിമിറ്റ് വാല്യൂ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫംഗ്ഷനും 2 സൈഡിലും 2 ഫംഗ്ഷൻ തരുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റിലത്തെയും റൈറ്റിലത്തെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കും. 2 ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ കണ്ടുപിടിക്കും. 2 ഈക്വൽ അല്ലെങ്കിൽ അവിടെ വെച്ച് തീർത്താം, കണ്ടിന്യൂസ് അല്ലെന്ന് പറയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ കണ്ടിന്യൂറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മക്കളെ, പോളിനോമിയൽ ഫംഗ്ഷൻ നിങ്ങൾ കുറേ കേട്ട് കാണും അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എവരിവെയർ. ഒന്നാമത്തെ കാര്യമാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താടാ? x+1, പിന്നെ 2x+3, x² + 5, ഇങ്ങനെയുള്ള പോളിനോമിയൽസിൻ്റെ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പറയണം, വി നോ ദാറ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ, ദെയർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇത്രയുള്ള കാര്യം. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇനിയിപ്പോൾ 1ൽ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് 1ലും കണ്ടിന്യൂസ് ആണ്. ഇനി x = 2ൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് 2ൽ കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം മക്കളെ, നല്ല രസമാണ് ഇത് പഠിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് their domain. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ അവരുടെ ഡൊമൈനുകളിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പൊതുവേ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് അല്ലേ, സൈൻ്റെയും കോസിൻ്റെയൊക്കെ ഗ്രാഫ് കാണുമ്പോൾ അറിയാം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ മക്കളെ ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പേന എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് കണ്ടിന്യൂസ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ ഗ്രാഫ് വന്നിട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത ഇത്ര ഓർത്താൽ മതി. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? യെസ്, കണ്ടിന്യൂസ്. കാരണം ഗ്രാഫ് ഞാൻ പേന എടുക്കാതെയാണ് വരയ്ക്കുന്നത്. ചില ഫംഗ്ഷൻ ഇങ്ങനെ തരും, നിങ്ങൾ കണ്ടു കാണും. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ
ഇവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ. അപ്പോൾ എന്താ, ഞാൻ പേന എടുത്തിട്ട് വേണം ഇങ്ങനെ വരയ്ക്കാൻ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണോ? അല്ല, കണ്ടിന്യൂസ് അല്ല. പിന്നെ ചില ഫംഗ്ഷൻ ഇങ്ങനെ വരും. വേണ്ട, ഇത്രയും ഭാഗത്ത് ഞാൻ പേന എടുത്തു. അപ്പോൾ പേന എടുക്കാതെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഈ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞ മക്കളെ, ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അല്ല, വേണ്ട എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ പോകുന്നത്, അത് കണ്ടിന്യൂസ് അല്ലേ? യെസ്. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വേണ്ട, കണ്ടിന്യൂസ് അല്ലേ? അല്ലേ? പേന എടുക്കാതെ എക്സ് സ്ക്വയർ ഇങ്ങനെ യു പോലെ ഇരിക്കും. ഇനി മോഡ് എക്സ് വി പോലെ ഇരിക്കും. ഇതൊക്കെ +1 പഠിച്ച കാര്യങ്ങളാണ്. മോഡ് എക്സ് ഇത് കണ്ടിന്യൂസ് അല്ലേ? വേണ്ട. അപ്പോൾ പേന എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ലോഗരിതമിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ലോഗ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. ലോഗ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാരണം ലോഗിൻ്റെ ഗ്രാഫ് ഇതിങ്ങനെ വരും. അത് നമുക്ക് പേന എടുക്കാതെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ലോഗ് കണ്ടിന്യൂസ് ആണുള്ള കാരണം എന്തേ കണ്ടല്ലോ, ഗ്രാഫ് കണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ഗ്രാഫാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് വേണം ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പഠിച്ചുള്ള മക്കൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. കാൽക്കുലസ് ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ പഠിച്ച് സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനതാ പറഞ്ഞ മക്കളെ, നിങ്ങൾ മാക്സിമം കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ വീഡിയോസായിട്ട് വരാൻ എനിക്ക് ഒരു പ്രചോദനമാകും. മാക്സിമം സബ് കൂടുമ്പോഴും എനിക്ക് പ്രചോദനമാകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്ലാസ് കാണുക, എഴുതിയെടുക്കുക, എൻ്റെ കൂടെ തന്നെ പഠിച്ച് പോവുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ചോദിച്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി. 2x + 3. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം എഴുതാം. എന്തെഴുതി വയ്ക്കാം? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് എവരിവെയർ. 1 മാർക്ക്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ എഴുതാം. 2x + 3 is a പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ കണ്ടാൽ തിരിച്ചറിയാമല്ലോ അല്ലേ? ഈ എക്സ് വൈ ഒക്കെ കൂടെ ചേർന്ന് വരുന്നൊരു ഫംഗ്ഷനാണ് പോളിനോമിയൽ ആകും കേട്ടോ. 2x + 3 is a polynomial function. Therefore, polynomial function is continuous everywhere. 1 മാർക്കാണ് മക്കളെ, വെറുതെ അങ്ങ് എഴുതി വെച്ചാൽ മതി. Therefore, 2x + 3 is continuous. അല്ലെ, f of x is continuous at x = 1. എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് 1ലും കണ്ടിന്യൂസ് ആണ്. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ആ 1 മാർക്ക് നമുക്ക് കിട്ടും. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്കിതെങ്ങനെ നമ്മുടെ ഈ തിയറി വെച്ച് ചെയ്യാൻ പറ്റും, അതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒരു നമ്പറിലേയും വരയ്ക്കുവാണ് ഇങ്ങനെ. ഓക്കെ, 1ലല്ലേടാ, 1ലെ കാര്യമല്ലേ നോക്കേണ്ടത്. 1 എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ വരച്ചു. ഇനി 2x + 3 അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് പീസ് വൈസ് ആയിട്ട് തന്നിട്ടുണ്ടോ? ചില ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. x < ≤ 1, x > 1 എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് തരും. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നിട്ടൊന്നുമില്ല. x = 1ൽ കണ്ടുപിടിക്കാനാണ് ഫംഗ്ഷൻ 2x + 3. അപ്പോൾ 2x + 3 അങ്ങനെ സെപ്പറേറ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല, പീസ് വൈസ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം 2x + 3 ആണ് ഫുൾ ഫംഗ്ഷൻ. 2x + 3 ആണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ദേ 2x + 3 എന്ന് പറയുമ്പോൾ അപ്പോൾ ദേ ഇവിടെ 2x + 3, ഇവിടെ 2x + 3, ഇവിടെയും 2x + 3. ഇവിടെ LHL RHL വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ LHL RHL ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് LHL കേട്ടോ, ഇത് RHL. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താടാ? ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തെങ്കിലും നമുക്കറിയാവുന്നില്ല. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചോണേ. ലിമിറ്റ് x → to a f of a ലിമിറ്റ് x → to a f of x = f of a ആണോ എന്ന് നോക്കുക. ഇത്രയുള്ള നമ്മുടെ പരിപാടി. ഇതാണോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന്. കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പോൾ അത് എഴുതി വെക്കുക എന്നുള്ളതാണ് ആ മാർക്ക് കിട്ടാനുള്ള പരിപാടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് f of a കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഈ റൈറ്റ് സൈഡ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക. f of a ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. f of a എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ f of x എടുത്ത് എഴുതട്ടെ. f of x എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? f of x 2x + 3 അല്ലേ? അപ്പോൾ ആദ്യം തന്നെ f of a കണ്ടുപിടിക്കാം. f of a ഇവിടെ a എന്താടാ? f of 1. ഇതാണ് നമ്മുടെ a എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 1. ചിലപ്പോൾ 2 ആയിരിക്കും 3 ആയിരിക്കും. ആ പോയിന്റ് ആണ് നമ്മുടെ a. അപ്പോൾ f of 1 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ
ഈ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2 × 1 + 3. അപ്പോൾ 2 × 1 2, 2 + 3 എത്ര വരും? 5. ഓക്കെ, 5 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ കിട്ടി. എത്രയാണ്? 5. ഓക്കെ ആണല്ലോ? അതവിടെ മാറ്റി പോയി. അപ്പോൾ ദേ എഫ് ഓഫ് എ റൈറ്റ് സൈഡ് കണ്ടുപിടിച്ചു. ഇനി ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. ലിമിറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എ കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്താടാ? എ എന്താണ്? 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ദേ ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്ക് പകരം 1. എഫ് ഓഫ് എക്സ് എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 2x + 3. 2x + 3. ഇനി ആ എക്സ് കൊണ്ട് എക്സിന് പകരം ഈ 1 ഇട്ട് കൊടുത്തേ. എന്ത് വരും? 2 × 1 + 3 എന്ന് പറയുമ്പോൾ 2 + 3 എത്ര തന്നെയാണ്? 5. എടാ ഇതിങ്ങനെ ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്ക് കിട്ടാനുള്ള സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ എന്ത് മനസ്സിലായി? ലിമിറ്റ് വാല്യൂയും ഫംഗ്ഷൻ വാല്യൂ എന്ത് തന്നെ കിട്ടി? 5 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 ഈക്വൽ ടു 5. ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഞാനിപ്പോൾ ഈ എക്ക് പകരം 1 ഇട്ട് കൊടുത്തതേ ഉള്ളേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 ഈക്വൽ ആണ്. രണ്ടും എത്ര കിട്ടി? 5 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ എഴുതി വെക്കാം, നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. therefore f is continuous. therefore f is continuous at x equal to 1. സിമ്പിളായിട്ട് ഇത്രയുള്ള കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക, മാർക്കിനനുസരിച്ച് എഴുതുക. മാർക്കിനനുസരിച്ചൊന്നുമല്ല, ഇത് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ കണ്ടല്ലോ, ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ, ഇത് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക. എവിടെയൊക്കെ? അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഈ 3 സ്ഥലത്തും കണ്ടിന്യൂസ് ആണ് തെളിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ് തെളിയിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. എന്താ? 5x - 3 ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. വി നോ ദാറ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. therefore 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് എക്സ് ഈക്വൽ ടു 5. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ വരയ്ക്കും. 0-ലും -3-ൽ 5-ൽ അല്ലേ? അപ്പോൾ ഇവിടെ -3 0 5 എല്ലായിടത്തെയും പോയിന്റിൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എല്ലായിടത്തും ആര് തന്നെയാണ്? ഇവിടെ 5x - 3, ഇവിടെ 5x - 3, ഇവിടെ 5x - 3, ഇവിടെ 5x - 3. ആ ഫംഗ്ഷൻ ആ പോയിന്റിലും 5x - 3, 5x - 3, 5x - 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞു നിൽക്കുവാണ് നമ്മുടെ 5x - 3. മൊത്തം 5x - 3. ഞാൻ പറയും ഫസ്റ്റത്തെ ഇത് വെച്ച് എഴുതാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കാരണം എന്താ? 2 സെൻറ്റൻസിൽ പരിപാടി കഴിയും. പക്ഷെ ഇങ്ങനെ എഴുതാനായിട്ടും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. നല്ല രസമാണിത്. ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ചുമ്മാ എഴുതി വെച്ചാൽ മതി. അറ്റ് എക്സ് ഈക്വൽ ടു 0, 0-ലെ കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് എന്താടാ? 5x - 3. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? നമുക്കിത് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ്. എഫ് ഓഫ് എ എന്ന് എഴുതാനില്ല. എഫ് ഓഫ് ആദ്യം അത് 0-യുടെ കാര്യമാണ്. ഓക്കെ, 0 അല്ലെങ്കിൽ 0-യിലാണ് കണ്ടുപിടിക്കാൻ പോണേ. 0-യിൽ അപ്പോൾ ആദ്യം എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. ഇവിടെ 0 ഇട്ട് കൊടുക്കണം. 5 × 0 -3. 5 × 0 0 -3 എത്ര കിട്ടി? -3 കിട്ടി. എഫ് ഓഫ് 0 കിട്ടിയല്ലോ. ഇനി ലിമിറ്റ് വാല്യൂ, ഫംഗ്ഷൻ വാല്യൂ കിട്ടി. ഇനി ലിമിറ്റ് വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താടാ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x - 3. 5x - 3 എന്താണ്? എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 × 0 -3 എന്ന് പറയുമ്പോൾ -3 തന്നെ കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? ഇതും -3 തന്നെ കിട്ടി. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് എഴുതി വയ്ക്കാം? therefore ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇത്ര എഴുതി വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ -3-ൽ നമുക്ക് എഴുതാം. ഇതേപോലെ അറ്റ് എക്സ് ഈക്വൽ -3 എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ സംഭവം ഫംഗ്ഷൻ അത് തന്നെ -3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും 2 സംഭവങ്ങൾ തന്നെ കിട്ടും. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച് ഇക്വേഷൻ്റെ ലെഫ്റ്റും റൈറ്റും ആണേ. അപ്പോൾ അത് 2 ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും തെളിയിക്കാം ഓരോന്നോരോന്നും. ഇനി അടുത്ത അറ്റ് എക്സ് ഈക്വൽ ടു -3 എടുക്കുക, അറ്റ് എക്സ് ഈക്വൽ ടു 5 എടുക്കുക. ഇതേ സംഭവം എഴുതി വയ്ക്കുക.
ഓക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെയാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയ പോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് എഴുതി വെക്കാം. സിമ്പിൾ പരിപാടിയാണ്. പോളിനോമിയൽ ഫംഗ്ഷനാണ്, തിരിച്ചറിയണേ. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻ ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ 1/x ഒക്കെ ഇട്ട് ചോദിക്കുവാണെങ്കിൽ 1/x ഒന്നും പോളിനോമിയൽ അല്ല. കാരണം എന്താ, എക്സിൻ്റെ പവർ നെഗറ്റീവ് വരുവാണെങ്കിൽ അത് പോളിനോമിയൽ അല്ല. എക്സിൻ്റെ പവർ ഇപ്പം 1/x എന്ന് പറയുമ്പോൾ എന്താടാ 1/x 1/x എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എക്സ് മുകളിലേക്ക് വരുമ്പോൾ x⁻1 ആവും. അപ്പം അങ്ങനെയുള്ള കേസിൽ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല, അത് തിരിച്ചറിയാം കേട്ടോ. ഓക്കെ, മിക്കവാറും ചോദിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, എക്സാമിൻ വെദർ ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ 0. സിമ്പിൾ പരിപാടിന് ഇപ്പോൾ എഴുതി വെച്ച പോലെ തന്നെ എഴുതാം. പോളിനോമിയൽ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് എവരിവെയർ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആണ്. ഞാൻ പേന എടുക്കാതെയാണ് വരച്ചത്, അതുകൊണ്ട് 0യിലും കണ്ടിന്യൂസ് ആണ്. 0യിൽ അവിടെ മുറിഞ്ഞു പോയോ? ഇല്ല. ഇപ്പോൾ 0യിലും കണ്ടിന്യൂസ് ആണ്. അല്ലെങ്കിൽ എഴുതി വെക്കാം ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ഇനി അങ്ങനെ അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതാം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. 0യുടെ കാര്യമല്ലടാ. അപ്പോൾ എക്സ് സ്ക്വയർ ആണ് ഇവിടെയും ഇവിടെയും ഇവിടെ എല്ലായിടത്തും എക്സ് സ്ക്വയർ ആണ്. കണ്ടുപിടിച്ച് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ഇതേപോലെ തന്നെ കണ്ടുപിടിച്ച് നോക്കാം. 0 സ്ക്വയർ 0 തന്നെ വരും അല്ലേ? മനസ്സിലായോ മക്കളെ? അപ്പോൾ 1 മാർക്കോ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ട് കളയൽ സിമ്പിൾ കാര്യമാണ്. ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. മക്കളെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ, നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത് ചില സ്ഥലത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മോഡ് എക്സിൻ്റെ കാര്യം. ഇത് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിങ്ങനെ വരും അല്ലേ? സോ മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എന്താണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും, അതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷേ ഇത് എക്സാമിന് വരാൻ പോകുന്നത് ചോദിക്കുവാണെങ്കിൽ ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ മിക്കവാറും 3 മാർക്കിനൊക്കെ ഇത് ചോദിക്കത്തുള്ളൂ. 1 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് പറയാം ഇത് എവിടെയും നമുക്ക് എന്താണ് കട്ടാവുന്നില്ല, ഗ്രാഫ് വരയ്ക്കുമ്പോൾ എവിടെയും കട്ടാവുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. സോ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് എഴുതി വെക്കാം. പക്ഷേ ഇത് 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ മക്കളെ എങ്ങനെ എഴുതി വെക്കണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചോണേ, എങ്ങനെ എഴുതി വെക്കും. നിങ്ങൾ മോഡുലസ് എക്സിൻ്റെ ഡെഫിനിഷൻ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ മോഡുലസ് എന്താണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ? എടാ മോഡിനകത്ത് നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആക്കും. മോഡിനകത്ത് 0 ഇട്ട് കൊടുത്താൽ അത് 0 ആക്കും. മോഡിനകത്ത് പോസിറ്റീവ് ഇട്ട് കൊടുത്താലും പോസിറ്റീവ് ആക്കും. അപ്പോൾ ഈ മോഡുലസിനകത്ത് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അവൻ 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് എല്ലാം ഉണ്ടാക്കത്തുള്ളൂ, നെഗറ്റീവ് ഉണ്ടാക്കത്തില്ല. കാരണം മോഡുലസ് അങ്ങനെയാണ്. മോഡുലസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ അതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എങ്ങനെയാണ് പോസിറ്റീവ് ആയത്? ഇതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നെഗറ്റീവ് പോസിറ്റീവ് ആയത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാപ്പാടാണെങ്കിലും പഠിച്ചു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മോഡുലസ് എക്സ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. എക്സിൻ 0യേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ് നമ്പറിൻ്റെ നെഗറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ -3 പോസിറ്റീവ് ആകാനുള്ള എങ്ങനെയാണ്? നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എടുക്കുക, അപ്പോൾ പോസിറ്റീവ് ആകും. അതാണ് ഈ നെഗറ്റീവ് എക്സ്. അപ്പോൾ 0യേക്കാൾ ചെറുതാണ് നെഗറ്റീവ് എക്സ്, 0 ആണെങ്കിൽ 0 തന്നെ ഇട്ട് കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ വാല്യൂ തന്നെ എക്സ് തന്നെ. ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഡെഫിനിഷൻ. മക്കളെ നിങ്ങൾ പഠിച്ചോണം. ഇത് +1 തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയേ ഉള്ളൂ. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞ് കാണുമ്പോഴേ നിങ്ങൾ ഈ ഒരു സംഭവം ഓർത്ത് വയ്ക്കും. എന്താണ്? ഒന്നുകൂടെ നല്ല വൃത്തിക്ക് എഴുതാം. മോഡുലസ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0 അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ 0യേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എന്താണ്? 0യേക്കാൾ വലുത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് തന്നെ ഇടുക. 0യേക്കാൾ ചെറുത് വരുവാണെങ്കിൽ അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കും. അതാണ് നെഗറ്റീവ് എക്സ്. കണ്ടല്ലോ? ക്ലിയർ? കട്ടാൻ ക്ലിയർ ആയല്ലോ മക്കളെ? പക്ക ആയല്ലോ? അപ്പോൾ ഈ സംഭവം ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഇവർ ചോദിച്ചിരിക്കണ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടിന്യൂസ് ആണെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ അതെ നേരത്തെ തന്നിരിക്കുന്ന പോലെയല്ല. നമുക്കിവിടെ എന്തായി? ലെസ് ദാൻ 0 ആകുമ്പോൾ വേറൊരാൾ, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ വേറൊരാൾ, ഈക്വൽ ടു 0 ആകുമ്പോൾ വേറൊരാൾ അല്ലേ? കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേ സാധാരണ പോലെ നമ്പർ ലൈൻ വരയ്ക്കുക. 0യിലെ കാര്യമല്ലേടെ മക്കളെ? അപ്പോൾ 0 എന്ന് ഇവിടെ അടയാളപ്പെടുത്തുക. നല്ല രസമായിട്ട് ഇത് 0 എന്ന് അടയാളപ്പെടുത്തി. ദേ 0യിൽ ആരാടാ? 0. അപ്പോൾ 0യിൽ 0. ഇനി 0യേക്കാൾ ചെറുത് വരുമ്പോൾ ആരാടാ? 0യേക്കാൾ ചെറുത് വരിക എന്ന് പറഞ്ഞാൽ 0യേക്കാൾ ചെറുത് നെഗറ്റീവ് ആകുമ്പോൾ ആരാണ്? -x ആണ്. അപ്പോൾ 0യേക്കാൾ ചെറുത് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡല്ലേ?
അപ്പോൾ അവിടെ ആരാണ്? -x ആണ്. ഇനി 0യേക്കാൾ വലുത് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ആരാണ്? x ആണ്. സോ ഇപ്പുറത്ത് x. ഇങ്ങനെ നമ്പർ ലൈൻ ഞാൻ വരച്ചു വെച്ചു, നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇനി നോക്കിക്കോണേ മക്കളെ. അപ്പം നമുക്ക് മനസ്സിലായി ഏതാണ് ലെഫ്റ്റിൽ ഒരാൾ, റൈറ്റിൽ ഒരാൾ. അപ്പം നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ എല്ലായിടത്തും ഒരു ഫംഗ്ഷൻ തന്നെ നിറഞ്ഞു നിൽക്കുവാണോ? അല്ല, ഫംഗ്ഷൻ രണ്ട് സ്ഥലത്തും രണ്ടാ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റത്തെ ഈക്വേഷൻ ഉപയോഗിക്കും. ഫസ്റ്റത്തെ അല്ല, സെക്കൻഡിലെ ഈക്വേഷൻ. ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അത് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കും. ഇതേ നോക്കിക്കോണേ, കണ്ടല്ലോ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഫംഗ്ഷൻ നോക്കണ്ടല്ലോ. ഇങ്ങനെ വരച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കി എഴുതാം. അപ്പോൾ ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് അറ്റ് x=0 അറ്റ് x=0 മാത്രമാണ് നമുക്ക് ചോദിച്ചത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലിമിറ്റ് ശ്രദ്ധിച്ചോണേ, x → ആദ്യം LHL. എന്താടാ? LHL എന്ന് എഴുതാം. LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. LH കണ്ടുപിടിച്ച ശേഷം നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാം. നല്ല രസമാണ്. LHLും RHLും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിങ്ങനെ തന്നെ വരച്ചു വെച്ചോ നിങ്ങൾ. പിന്നെ നമുക്ക് ഫംഗ്ഷൻ f(a) അല്ലേ. ഇവിടെ LHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് x → a - f(x). ഈ a എന്ന് പറയുന്ന ആരാണ്? 0. അപ്പോൾ 0 - 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ലിമിറ്റ് വാല്യൂ. ഈ 0 മൈനസ് എന്ന് പറഞ്ഞാൽ മീനിങ് 0യുടെ ഇടത് സൈഡ്, ലെഫ്റ്റ് സൈഡ്. മനസ്സിലായി? അതാണ് LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇടത് വശത്തെ ലിമിറ്റ്, അതാണ് LHL. അപ്പോൾ 0 - f(x) കണ്ടുപിടിക്കും നമ്മൾ. പിന്നെ RHL ലിമിറ്റ് x → 0 + f(x) കണ്ടുപിടിക്കും. പിന്നെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കും, f(0) കണ്ടുപിടിക്കും. ഇത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മക്കളെ മനസ്സിലായാലും ഞാൻ എഴുതിയത് ലിമിറ്റ് x → a-, നമ്മളിവിടെ a- എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇക്വേഷനിൽ. a- ആ a എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം, ഇങ്ങനെ 3 ഇതായിട്ട് ഭാഗിക്കുക. LHL, RHL, പിന്നെ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ ഇപ്പോൾ എഴുതണമെന്നില്ല, കാരണം ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ മാത്രം ഇതും കൂടെ നോക്കിയാൽ മതി. ഇത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ഇത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം ഇത് രണ്ടും കണ്ടുപിടിക്കുക, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂയിലേക്ക് കിടക്കാം. ഇത് നോക്കിക്കോണേ, നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതിക്കോ. സിമ്പിൾ പരിപാടി. ലിമിറ്റ് x → 0 - 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ ആരാടാ മക്കളെ? 0യുടെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ. 0യുടെ ലെഫ്റ്റ് സൈഡിൽ -x. അപ്പോൾ ഞാൻ -x എന്നിട്ട് കൊടുത്തു. ഇനി എക്സിന് പകരം നമ്മുടെ ഈ 0 ഇട്ട് കൊടുത്തേ. 0 മൈനസ് പറഞ്ഞാൽ -0 എന്നൊന്നും അല്ല കേട്ടോ, 0യുടെ ലെഫ്റ്റ് സൈഡ് എന്ന് കാണിക്കാനാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുത്തിട്ട് മക്കളെ, അപ്പം -0 -0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, 0 കിട്ടി. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് x → 0 + 0യുടെ വലത് സൈഡിൽ ആരാടാ മക്കളെ? റൈറ്റ് സൈഡിൽ x. ഇവിടെ x, ആ 0 എടുത്ത് നേരെ എക്സിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 0. ഓക്കെ, അപ്പോൾ ദേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHLും RHLും നമുക്ക് 0 കിട്ടി. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരേ ആൾ കിട്ടി. പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നോക്കണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഏകദേശം പറയാം കണ്ടിന്യൂസ് ആണെന്ന് തോന്നുന്നു. ആ പോയിന്റിലേയും കൂടെ കണ്ടുപിടിക്കുക. ആ പോയിന്റിൽ ആരാണ്? 0 തന്നെയാണ്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. f(a)യും കൂടെ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ f(0). 0യിൽ ആരാണ് ഫംഗ്ഷൻ? 0. യെസ്, സോറി മക്കളെ, പനിയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ കാണും, സഹിക്കേടാ. അപ്പോൾ അതെ LHL, RHL, ഫംഗ്ഷൻ വാല്യൂ എല്ലാം സെയിം ആണ്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് എന്താ എഴുതി വയ്ക്കാം? നിങ്ങളിങ്ങനെ നീട്ടി വലിച്ച് എഴുതണമെന്നില്ല കേട്ടോ. ഈ ഒരു സാധനം ഇത് LHL എന്ന് വേണം എഴുതാം. ഇത് LHL = RHL = f(a). എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എന്താണോ അത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വയ്ക്കാം. therefore LHL = RHL = f(0) അല്ലേ? f(0). 3 പേര് ഈക്വൽ ആണ്. അത് ആരാണെന്ന് കൂടെ വേണം എഴുതി വയ്ക്കാം. =0. എല്ലാം എന്ത് തന്നെ കിട്ടി? എനിക്ക് 0 തന്നെ കിട്ടി. therefore f is continuous at x = 0. മക്കൾ ഇത്ര എഴുതി വെക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ മക്കളെ. അപ്പോൾ ഇത്ര എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. f(x) = mod x/x
ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, ഇഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം? ഇത് പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ നോട്ട് ഈക്വൽ ടു 0 വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എടാ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കുക. നമ്മുടെ നമ്പർ ലൈൻ നല്ല കിടിലിനായിട്ട് വരയ്ക്കുക. നോക്കിക്കോണേ, നമ്പർ ലൈൻ വരച്ചു. എടാ 0യുടെ കേസിൽ ആരാണ്? 0 തന്നെ. അപ്പോൾ ഞാനിവിടെ എഴുതാൻ നോക്കണേ, 0യുടെ കേസിൽ 0 തന്നെ. ഇനി 0 അല്ലാത്ത കേസിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0യേക്കാൾ ചെറുത് അല്ലെങ്കിൽ 0യേക്കാൾ വലുത്. ആ രണ്ട് കേസിലും ആര് തന്നെയാണ്? mod x by x ആണ്. അപ്പോൾ എന്താണ് മക്കളെ? 0 അല്ലാത്ത കേസിൽ 0 ആകുന്ന കേസിൽ 0 തന്നെയാണ് ഫംഗ്ഷൻ. 0 അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വരാൻ നേരത്ത് ആര് തന്നെയാണ്? mod x by x. അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ എപ്പോഴും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 അല്ലാത്ത കേസിൽ ആരൊക്കെയാണ്? mod x by x ആണ്. അപ്പോൾ ഇവിടെ mod x by x, ഇവിടെ mod x by x. ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി മോഡുലസ് എക്സിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മോഡുലസ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എടാ 0യേക്കാൾ ചെറുത് വരുമ്പോൾ എന്താണ്? mod x എന്തായി മാറും? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിൽ കയറ്റണമെന്ന്. 0യേക്കാൾ ചെറുത് വരുമ്പോൾ -x-ഉം 0യേക്കാൾ വലുത് വരുമ്പോൾ x-ഉം അല്ലേ? അപ്പോൾ ദേ 0 ഈ മോഡുലസ് മാറ്റുവാണേ. 0യേക്കാൾ ചെറുത് വന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ -x ഇട്ട് കൊടുത്തു. അപ്പോൾ x-ഉം കട്ട് ചെയ്ത് കളയാം, -1 കിട്ടി. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? -1. mod x ഈ 0യേക്കാൾ വലുത് വരുന്ന കേസിൽ നമ്മുടെ mod x-ന് പകരം ഞാൻ x ഇട്ട് കൊടുത്തു. കാരണം എന്താ? മോഡുലസ് x എന്ന് പറഞ്ഞാൽ x ആണ്. മോഡുലസ് x 0യേക്കാൾ ചെറുത് വരുമ്പോൾ -x-ഉം 0യേക്കാൾ വലുത് വരുമ്പോൾ മോഡുലസ് x എന്ന് പറഞ്ഞാൽ x-ഉം അല്ലേ? സോ x ഇട്ട് കൊടുത്തു, x by x കട്ട് ചെയ്ത് കളയുമ്പോൾ 1 കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നല്ല കിടിലൻ ഫംഗ്ഷൻ കിട്ടിയത് എന്താണ്? -1ഉം 1ഉം. 0യിൽ ആരാടാ? 0 തന്നെ. ഓക്കെ, ഇത്രയും എഴുതി വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് അറിയാവോ? കണ്ടിട്ടുണ്ടോ? 0യേക്കാൾ ചെറുത് വരുന്ന കേസിൽ -1, വലുത് വരുന്ന കേസിൽ 1, അറ്റ് 0യിൽ 0. ഞാൻ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, ചില കുട്ടികൾക്കെങ്കിലും. ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. 0 വരുന്ന കേസിൽ 0, അപ്പോൾ ദേ 0, 1, -1 കിടക്കട്ടെ. 0 വരുന്ന കേസിൽ 0, അപ്പോൾ 0യുടെ അവിടെ ഞാൻ ഒന്ന് കറുപ്പിക്കുവാണ്. 0 വരുന്ന കേസിൽ 0. ഇനി 0യേക്കാൾ വലുത് വരുന്ന ഏതൊരു നമ്പർ എടുത്താലും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 1 കിടക്കട്ടെ, ഇത് -1 കിടക്കട്ടെ. മക്കളെ ഇവിടെ 1 എടുത്താലോ 2 എടുത്താലോ 3 എടുത്താലോ ആരെടുത്താലും 0യേക്കാൾ വലിയ ഏത് നമ്പർ എടുത്താലും ഫംഗ്ഷൻ ആര് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇത് 1ൻ്റെ നേരെ ഞാൻ 1 എടുത്തു, 0യേക്കാൾ വലുതല്ലേ 1. 1 എടുത്താലും ആര് തന്നെയാണ്? 1 എടുത്താലും 1 തന്നെയാണ്. 2 എടുത്താലും 1 തന്നെയാണ്. 3 എടുത്താലും 1 തന്നെയാണ്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും അല്ലേ? ഓക്കെ, 0യുടെ അവിടെ ഇല്ല, 0യുടെ അവിടെ ഹോൾ ഇടുക. കാരണം 0യുടെ അവിടെ 0 ഇവനല്ല. ഇനി അതേപോലെ 0യേക്കാൾ ചെറിയ ഏത് വാല്യൂവിനും ആര് തന്നെയാണ്? -1 എന്ന് പറയുമ്പോൾ -1 എടുത്താലും -1, ഇനി ഇവിടുത്തെ -2 എടുത്താലും -1. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ വരും. കണ്ടിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ. കുറച്ച് കുട്ടികളെങ്കിലും ഇത് മനസ്സിലായി കാണും ഇത് ഏത് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ +1 പഠിച്ച ഫംഗ്ഷനാണ്. ഓർമ്മയുണ്ടോടാ? സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. സിഗ്നം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോടാ? ഇത് ഗ്രാഫ് നോക്കി, ഇവിടെ തൊട്ട് ഇവിടം വരെ വരച്ചു, പേന എടുത്തു, പിന്നെ ഇവിടെ കുത്തി, പേന എടുത്തു, ഇങ്ങനെ വരച്ചു. ഗ്രാഫ് വരച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം സിഗ്നം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇതൊരു സിഗ്നം ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഗ്രാഫ് തന്നിട്ട് നമ്മളോട് കണ്ടിന്യൂസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇതിന് നമുക്ക് തിയററ്റിക്കലി ചെയ്യാം. പ്രാക്ടിക്കലിനകത്തൊക്കെ സിഗ്നം ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് അതും കൂടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ പോലെ നമുക്ക് LHL RHL കണ്ടുപിടിക്കാം. LHL അതേപോലെ RHL. LHLും RHLും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാം. LHL എന്താണ് മക്കളെ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ഇവിടെ 0യുടെ കേസല്ലേ, 0യുടെ ഇടതുവശത്തുള്ള ഫംഗ്ഷൻ. അതേപോലെ RHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യുടെ വലതുവശത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യുടെ ഇടതുവശത്തുള്ള, അത് നോക്കി എഴുതടാ. 0യുടെ ഇടതുവശത്ത് ആരാടാ? -1. നമ്മൾ എന്നെ ചെറുതാക്കി -1 ആക്കി അല്ലേ? എടാ മക്കളെ, ലിമിറ്റ് വാല്യൂ +1 പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇട്ട് കൊടുക്കാൻ x ഉണ്ടോ? ഇവിടെ ഇപ്പോൾ x² എന്നോ നേരത്തെ ക്വസ്റ്റ്യനിനകത്ത് x ഉണ്ടെങ്കിൽ നമ്മൾ x-ന് പകരം 0 ഇട്ട് കൊടുക്കും.
ഇട്ട് കൊടുക്കാൻ എക്സിൻ്റെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അത് കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ -1. ഇവിടെ ഇട്ട് കൊടുക്കാൻ എക്സ് ഇല്ലല്ലോ അവിടെ മക്കളെ. ഇവിടെ എക്സ് സ്ക്വയറോ x+1 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഇട്ട് കൊടുക്കും. എക്സിന് പകരം ആ വാല്യൂ ഇട്ട് കൊടുക്കും. ഇവിടെ നേരത്തെ നമുക്ക് -x അല്ലെങ്കിൽ x² എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ എക്സ് ഉണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് എക്സിന് ഇട്ട് കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സിന് ഇട്ട് കൊടുക്കാൻ അവിടെ വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ ആ കോൺസ്റ്റൻറ്റ് ഏത് നമ്പറാണോ വന്നിരിക്കുന്നത് ആ നമ്പർ തന്നെ അങ്ങ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ -1. ഇനി റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൈറ്റിൽ ആരാടാ, റൈറ്റിൽ 1. അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻ്റ് തന്നെ എടുത്ത് എഴുത്. കണ്ടപ്പോഴേ മനസ്സിലായി രണ്ട് അയൽക്കാരും ലെഫ്റ്റിലെയും റൈറ്റിലെയും അയൽക്കാർ ഒരാളാണോ, അല്ല, രണ്ടും രണ്ടാൾക്കാരാണ്. രണ്ട് അയൽക്കാർ രണ്ട് വ്യത്യസ്ത മനോഭാവത്തിലുണ്ടെങ്കിൽ അവിടെ ചേരത്തില്ല. രണ്ട് അയൽക്കാർ ഒരേ മനസ്സുള്ളവരാണെങ്കിൽ, ഒരേ ആൾക്കാരാണെങ്കിൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ലെഫ്റ്റിലെയും റൈറ്റിലെയും രണ്ട് അയൽക്കാർ, ഒരു പോയിന്റിലെ രണ്ട് അയൽക്കാർ ഒരേ മനസ്സുള്ളവരാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകും. പക്ഷെ രണ്ടു പേർക്ക് രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാരാണ്, എപ്പോഴും വഴക്കാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആകത്തില്ല, അവിടെ മുറിയും എന്നോർത്ത് വെക്കുക. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ മനസ്സിൽ കിടക്കും കേട്ടോ. കണ്ടിന്യൂസ്, രണ്ട് പേർക്കും രണ്ട് വാല്യൂ കിട്ടി, സോ അത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ എഴുതാം LHL നോട്ട് ഈക്വൽ ടു RHL, therefore F ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 0. 0യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് വ്യക്തമായി. ഓക്കെ അല്ലേ മക്കൾ? ഇത്രേ ഉള്ളൂ, വളരെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇത്ര ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുള്ളൂ, ഏകദേശം അരമണിക്കൂറായി. അപ്പോൾ ഇങ്ങനെ കുറച്ചുള്ള വീഡിയോ മക്കളെ ഞാൻ പറഞ്ഞ മാക്സിമം നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക. മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നല്ല കിടിലിനായിട്ട് ഞാൻ എടുത്തു തരാം. ഓക്കെ, മാക്സിമം കുട്ടികൾ കാണുന്നുണ്ട് എങ്കിൽ കാൽക്കുലേഷൻ നമുക്ക് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ഓരോ ദിവസവും ഞാൻ വീഡിയോ എടുക്കാം. ഇനി ലൈവ് വേണമെങ്കിൽ ലൈവ് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വിട്ടിരിക്കുവാണ്, നിങ്ങളുടെ കൂടെ ഞാൻ മാക്സിമം സപ്പോർട്ടിനുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അടുത്ത പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് ഞാൻ തരാം. കാരണം കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച് പൊക്കോളും. മക്കൾ നിർബന്ധമായിട്ട് ഇത് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക നല്ല കിടിലിനായിട്ട്. നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റൻ ആയിരിക്കും എക്സാമിന് വരാൻ പോകുന്നത്. ഞാൻ കൺസെപ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവർ ഫംഗ്ഷൻ മാറ്റി തന്നോട്ടെ, എന്ത് വേണം തന്നോട്ടെ, പക്ഷെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്, എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.